രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നത്തെ യോഗാദിന പരിപാടിയിലും രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചടങ്ങിൽ RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഗവർണർ നേരിട്ടറിയിക്കും. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാമെന്ന് അറിയിച്ചതായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവകാശപ്പെട്ടിരുന്നു. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഇത്തരം ഉറപ്പ് സർക്കാരിന് നൽകിയില്ലെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകരുമായ പി ശ്രീകുമാർ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാകാം ഔദ്യോഗിക അറിയിപ്പായി മുഖ്യമന്ത്രി കണക്കാക്കിയതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്ഭവൻ ആതിഥ്യമരുളുന്ന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും. സത്യപ്രതിജ്ഞ പോലെ ഉദ്ഘാടനം ആവശ്യമില്ലാത്തവയ്ക്ക് ചിത്രം വെക്കില്ല. ഔദ്യോഗിക പരിപാടി രാജ്ഭവനിൽ വേണോ പുറത്തു വേണോ എന്ന് സർക്കാരിന് നിശ്ചയിക്കാം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടി സർക്കാർ ചടങ്ങായിരുന്നില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ സർക്കാരും CPIM-ഉം. നിയമ സെക്രട്ടറിയുടെ തീരുമാനം അറിയിച്ചാൽ സർക്കാർ നിലപാട് സ്വീകരിക്കും. രാജ്ഭവൻ RSS ശാഖയില്ലെന്ന് വിമർശിച്ച് CPIM മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം. ഗവർണർമാർ RSS കാര്യവാഹകന്മാരായി പ്രവർത്തിക്കരുത് എന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഔദ്യോഗിക പരിപാടികളിൽ വിവാദ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് പുതിയ വിവാദമുണ്ടായത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി രാജ്ഭവൻ പ്രകോപിപ്പിച്ചുവെന്നാണ് സർക്കാരിന്റെ വാദം. ഇതോടെ ഗവർണർക്കെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPIM-ഉം തീരുമാനിച്ചു. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഒഴിവാക്കാൻ നിയമവഴികൾ ആരാഞ്ഞ് നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും നിയമോപദേശം തേടിയിരുന്നു. വിശദമായ നിയമ പിൻബലമുണ്ടെങ്കിൽ സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം പരിപാടി ബഹിഷ്കരിച്ചത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഗവർണർ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില മനസ്സിലാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനം. ഗവർണർമാരായി കഴിയുമ്പോൾ അവർ RSSന്റെ കാര്യവാഹകരായിട്ട് പ്രവർത്തിച്ചു. അവർ ഗവർണറായിട്ട് പ്രവർത്തിച്ചു. താനിരിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വേണം. CPIM മുഖപത്രത്തിലും രൂക്ഷമായ വിമർശനമാണുള്ളത്. രാജേന്ദ്ര അർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഭരണഘടനാ പദവിയെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സംസ്ഥാന BJPക്കുള്ളിൽ ആശയക്കുഴപ്പം. കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുമായി BJPയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP ഫ്ലക്സിൽ ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമാക്കി. 2 പതാകകളെയും ബഹുമാനിക്കുന്നുവെന്നാണ് BJPയുടെ വിശദീകരണം. ഗവർണർ ഉയർത്തിവിട്ട ഭാരതാംബ ചിത്ര വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട BJPക്ക് പക്ഷേ ചിത്രത്തെ ചൊല്ലി ആശയക്കുഴപ്പം. BJP ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്ററിലെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക. അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷം. സംഭവം വാർത്തയായതിനു പിന്നാലെ
സെക്രട്ടേറിയറ്റിന് മുന്നിലെ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ വീണ്ടും കാവിക്കൊടിയേന്ത്യ ഭാരതാംബ. പതാകയെ ചൊല്ലി BJPക്ക് ആശയക്കുഴപ്പമില്ലെന്ന് വി മുരളീധരൻ. ചങ്കിൽ ചൈനയുള്ളവരാണ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ എതിർക്കുന്നതെന്നും വിമർശനം. BJPക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. BJP ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വ്യാമോഹമാണ് CPIM-നെന്ന് കെ സുരേന്ദ്രൻ. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാം എന്നുള്ള വ്യാമോഹമാണ് LDF മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഭാരതാംബ വിവാദങ്ങൾക്കിടെ കോഴിക്കോട്ട് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ യുവമോർച്ച പ്രതിഷേധം. മന്ത്രിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധവുമായി BJP ജില്ലാ നേതാക്കൾ രംഗത്തെത്തി. പിന്നെ പോലീസുമായി വാക്കുതർക്കമുണ്ടായി. തൊട്ടുപിന്നാലെ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്കൂളിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന് BJP നേതാവ് N ശിവരാജൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെയും ശിവരാജന്റെ അധിക്ഷേപ പരാമർശം. ആരാണ് ചിത്രം ആര് വരച്ചു, എപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് എഴുതിയതാണ് ശവൻകുട്ടി ചോദിക്കുന്നത്. ശവൻകുട്ടിയോട് ചോദിക്കുന്നത് കാരൽ മാർക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് കാരൽ മാർക്സ്? മാർക്സിൻ്റെ ഫോട്ടോ വയ്ക്കാൻ കാരൽ മാർക്സ് ആരെങ്കിലും നിങ്ങളുടെ മുത്തപ്പനാണോ? കാരൽ മാർക്സിൻ്റെ പേര് ആര് വരച്ചോ? ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത്? ഈ ശിവൻകുട്ടി പറയണം, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ മുന്നണികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. അൻവർ അധികം പിടിക്കുക തങ്ങളുടെ എതിർപാളയത്തിലെ വോട്ടുകളായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF-ഉം UDF-ഉം ഉള്ളത്. എന്നാൽ താൻ ജയിച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കട്ടെ എന്നാണ് PV അൻവറിന്റെ ഇന്നത്തെ പ്രതികരണം. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി, അപ്പോഴും മുന്നണികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. PV അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ പെട്ടിയിൽ നിന്ന് പോകുമെന്നതാണ് ചർച്ച. PV അൻവർ 9 വർഷക്കാലം ഇടതുപക്ഷ MLA ആയിരുന്നുവെന്നും അപ്പോൾ ആ പക്ഷത്തു നിന്നാണ് വോട്ടുകൾ കൂടുതൽ പോവുക എന്നുമാണ് UDF-ന്റെ വിലയിരുത്തൽ. പൊതുവെ UDF ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ്, പ്രതീക്ഷയല്ല ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് UDF കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അൻവറിന്റെ വോട്ടിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയമെന്ന് CPIM ഉറപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വോട്ടുകൾ കാര്യമായി PV അൻവറിന്റെ പെട്ടിയിൽ വീണുവെന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. അതേസമയം താനല്ലെങ്കിൽ പിണറായി തുലയാൻ വേണ്ടി ഒളിഞ്ഞ പിണറായിയായ ഷൗക്കത്ത് ജയിക്കട്ടെ എന്നായിരുന്നു അൻവറിന്റെ ഇന്നത്തെ നിലപാട്. അല്ല, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പം ജയിച്ചോട്ടെ. PV അൻവർ 10,000 മുതൽ 20,000 വരെ വോട്ടുകൾ പിടിച്ചേക്കാമെന്നാണ് ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടൽ. ശ്രീകുമാരൻ, ടീം 24, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടി വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരം ട്രെൻഡാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24-നോട് പറഞ്ഞു. വോട്ട് കണക്കുകളെ ഗൗരവത്തിലെടുക്കാറില്ല എന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. നിലമ്പൂർ ആർക്കൊപ്പം നിന്നുവെന്നറിയാൻ ഒരൊറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. UDF ക്യാമ്പിന്റെ അവസാന കണക്കുകൂട്ടൽ ഇപ്രകാരമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ 15,000 വരെ ഭൂരിപക്ഷമെത്തും.
കടുത്ത പോരാട്ടമാണെങ്കിൽ പോലും ഭൂരിപക്ഷം 8000-ൽ കുറയില്ല. ഏറ്റവും കൂടുതൽ ലീഡ് വഴിക്കടവിൽ നിന്ന്. മൂത്തേടത്ത് നിന്ന് 3000 വോട്ട് വരെയും വി പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്ന് 1500 വോട്ടിന്റെയും ലീഡുണ്ടാകും. ചുങ്കത്തറയിൽ 1000 മുതൽ 1500 വോട്ട് വരെ ലീഡ്. നിലമ്പൂർ നഗരസഭയും ഇപ്രാവശ്യം കയ്യിലൊതുങ്ങും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലീഡ് ചെയ്യാത്ത ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അമരമ്പലവും കരുളായും ചുങ്കത്രയും പോത്തുകല്ലും ഒക്കെ ലീഡ് ചെയ്യും. ഒന്ന് ഭരണവിരുദ്ധ വികാരം വളരെ നന്നായിട്ട് ആൻറ്റി ഇൻകംബൻസീവ് ഉണ്ട്. കരുളായി, അമരമ്പലം, പോത്തുകൽ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് LDF വിലയിരുത്തൽ. അമരമ്പലം 2016 മുതൽ LDFന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണ്. UDFിലെ ഭിന്നത LDFന് വോട്ടായി മാറിയെന്നാണ് CPIM ക്യാമ്പ് പറയുന്നത്. പ്രതീക്ഷകളുമായി M സ്വരാജും 24-നോട് മനസ്സ് തുറന്നു. ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയി. ജനങ്ങളുടെ മുൻപാകെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ വലിയ പിന്തുണയാണ് അതിന് നൽകിയത്. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു കരുതുന്നു. ഇടതുപക്ഷം മികച്ച നിലയിൽ നിലമ്പൂരിൽ വിജയിക്കും എന്ന പ്രതീക്ഷയുടെയും അടിസ്ഥാനം അതാണ്. PV അൻവറും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവിൽ നിന്ന്. ആദ്യം വോട്ടെണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലായതുകൊണ്ട് തന്നെ വോട്ടെണ്ണി തുടങ്ങി ആദ്യ മണിക്കൂറിൽ ട്രെൻഡ് വ്യക്തമാകും. 20,000-ൽ താഴെ വോട്ട് കുറയില്ലെന്ന് അൻവറും പറയുമ്പോൾ BJP 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. ടീം 24 നിലമ്പൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ LDF. മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ 24-നോട് പറഞ്ഞു. PV അൻവറിന് മുന്നിൽ LDFന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. മൂന്നാമതും ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPIM ജനകീയ അടിത്തറ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നത്. ഞങ്ങളെല്ലാ വ്യക്തികളെയും പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി അനുസരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗം വ്യക്തികൾക്കാവാം, പ്രസ്ഥാനങ്ങൾക്കാകാം, സംഘടനകൾക്കാകാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമാണ്. ആ വിപുലീകരണത്തിന് വേണ്ടി സാധ്യമായ നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. മുന്നണി വിപുലീകരണത്തിൽ ശ്രമിക്കുമ്പോഴും PV അൻവറിനെ വേണ്ട എന്നാണ് LDF തീരുമാനം. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല, അദ്ദേഹം മുന്നണി വിട്ടുപോയതാണ്. ആ നിലപാട് അദ്ദേഹം തുടരുന്നു. ആ നിലപാട് അദ്ദേഹം തുടരുന്നത് കൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് മുന്നണി തീരുമാനിച്ചു. മുന്നണി വിപുലീകരിക്കണമെന്ന കൺവീനറുടെ പ്രതികരണത്തോട് കേരള കോൺഗ്രസ് M യോജിച്ചു. നമുക്ക് നമ്മുടെ നിലപാടിനോടും നമ്മുടെ നയമായിട്ടുള്ള പരിപാടികളോടും യോജിച്ച് പോകുന്നവർ ഇടതുപക്ഷത്തേക്ക് ഞങ്ങളുടെ വാതിൽ തുറന്നതാണ്. മനസ്സിലായില്ല. ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വളരെയധികം നേതാക്കന്മാർ പ്രാദേശികമായി മറ്റു മുന്നണികളോട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും വന്നു. മുന്നണി വികസിപ്പിക്കാൻ താല്പര്യം പ്രകടമാക്കുമ്പോഴും ആരെ കൂടെ കിട്ടുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ നടക്കുന്ന തർക്കത്തിലാണ് നേരിയ പ്രതീക്ഷ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ മാസം 27-ന് ചേരും. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ചേരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും ഉണ്ടാകും. പുനഃസംഘടനയോ പ്രധാന ചർച്ചയാകും. പൂർണ്ണ പുനഃസംഘടനയോ ഭാഗിക പുനഃസംഘടനയോ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനത്തിൽ എത്തും. ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ എന്ത് നടപടിയെടുക്കുമെന്നതും PV അൻവർ വിഷയവും ഉൾപ്പെടെ ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി എത്രയും വേഗം ബന്ധപ്പെടാൻ പൗരന്മാർക്ക് നിർദ്ദേശം. ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പൗരന്മാരെയും മടക്കിക്കൊണ്ടുവരും. അതിനിടെ മഷ്ഹാദിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കാർ ഡൽഹിയിൽ മടങ്ങിയെത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ഇറാനിലെ ഇന്ത്യക്കാരോട് ടെലിഗ്രാം വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ ഉടൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും അഭ്യർത്ഥന മാനിച്ച് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാരെയും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ തിരികെ കൊണ്ടുവരും. നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും പൗരന്മാരോട് ഇറാനിലെ ഇന്ത്യൻ എംബസിയോട് ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. ഇന്നും ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ കൂടി ഡൽഹിയിലെത്തും. മഷ്ഹാദിൽ നിന്നുള്ള ഒരു വിമാനം വൈകിട്ടോടെയും രണ്ടാമത്തേത് രാത്രി 11:30ഓടെയും ഡൽഹിയിൽ എത്തുമെന്നാണ് വിവരം.
ഇറാനിൽ നിന്ന് 290 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി മഹാൻ എയർലൈൻ്റെ വിമാനം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയിരുന്നു. തുർക്ക്മെനിസ്ഥാൻ വഴി ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഡൽഹിയിലെത്തിയത്. ഇതുവരെ 517 ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ആർ അച്യുതൻ, 24, ഡൽഹി. ഇനി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജോലിക്കിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്, ഇന്ന് രാവിലെ 11:30 ഈ ഷോക്കേറ്റ് ഈ ലൈൻമാൻ മരിച്ചത്. ഈ കുമരനെല്ലൂർ സർവീസ് സ്റ്റേഷന് സമീപം ഈ പോസ്റ്റിൽ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു ഈ കൊടുമ്പ് സ്വദേശിയായിട്ടുള്ള സുധാകരൻ. ഇതിനിടയിൽ ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും സഹപ്രവർത്തകരും ചേർന്ന് ഈ പോസ്റ്റിൽ നിന്ന് സുധാകരനെ താഴെ ഇറക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വടക്കാഞ്ചേരിയിലായിരുന്നു ഈ സുധാകരൻ ജോലി ചെയ്തു വന്നിരുന്നത്. മൃതദേഹം നിലവിൽ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുക ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2026 സമാധാന നൊബേൽ പുരസ്കാരം നൽകണമെന്ന ശുപാർശയുമായി പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കാൻ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന വാദം ഇന്ത്യ ആവർത്തിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ നീക്കം. സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ നയതന്ത്ര നേതൃപാടവത്തിന് നൊബേൽ അർഹിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാദം. പാകിസ്ഥാൻ സേനാ മേധാവി അസം മുനീറിന് വൈറ്റ് ഹൌസിൽ ട്രംപ് വിരുന്നൊരുക്കിയതിന് പിന്നാലെയാണ് പാരിതോഷികമായി നൊബേൽ ശുപാർശ. ട്രംപിന്റെ നിർണായക ഇടപെടലാണ് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കാരണമായത്. ആണവശക്തികൾ തമ്മിലെ സംഘർഷം വലിയ യുദ്ധമായി മാറാതിരുന്നത് ട്രംപിന്റെ നയതന്ത്ര നേതൃപാടവം കൊണ്ടാണ്. കശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം മാനിക്കുന്നതായും പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിൽ പറയുന്നു. ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും നൊബേലിന് ട്രംപിന് ശുപാർശ ചെയ്യുമെന്ന് അസിം മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പുറമെ റുവാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്രായേൽ പലസ്തീൻ റഷ്യ യുക്രൈൻ സംഘർഷങ്ങളിലും താൻ സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും തന്നെ നൊബേലിന് പരിഗണിക്കാൻ ഇടയില്ലെന്നാണ് ട്രംപിന്റെ പരിഭവം. I should have gotten it 4 or 5 times. I should get it for the, I would think the Abraham Accords would be a good one too. They won't give me a Nobel Peace Prize because they only give it to liberals. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും സൈനിക നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരിക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നവരെയുമാണ് നൊബേലിനെ പരിഗണിക്കാറുള്ളത്. എന്നാൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിലടക്കം അമേരിക്കയുടെ പങ്ക് വ്യക്തമാണെന്നിരിക്കെ പാക് നീക്കത്തിനെതിരെ വിമർശനമുയരുകയാണ്. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ ട്രംപ് മധ്യസ്ഥത വഹിച്ചെന്ന വാദത്തെ കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. ഇരു രാജ്യത്തെയും സൈനിക മേധാവികൾ തമ്മിലാണ് ചർച്ച നടന്നതെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നു എന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. എന്നാൽ വ്യാപാരബന്ധം മുൻനിർത്തി തന്റെ ഇടപെടലിലൂടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്നാണ് ട്രംപിന്റെ വാദം. 24, ഡൽഹി. കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ഒരു സംഘം മർദ്ദിച്ചെന്നും മൊബൈൽ ഫോൺ തട്ടിയെടുത്തെന്നും യുവാവ് മൊഴി നൽകി. റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നെന്ന കുടുംബത്തിന്റെ ആരോപണം റഹീസ് തള്ളി. യുവതിയുടെ മാതാവിന്റെ പരാതിയിലാണ് ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തത്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് നൽകിയ പരാതി തലശ്ശേരി ASP കിരണിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. ഇതിനിടയിലാണ് യുവതിയുടെ ആൺസുഹൃത്ത് മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും റഹീസ് യുവതിയിൽ നിന്നും തട്ടിയെടുത്തെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട റഹീസ് യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അടുത്ത സുഹൃത്തുക്കളാണെന്നും ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടില്ലെന്നുമാണ് യുവാവിന്റെ മൊഴി. എന്നാൽ സദാചാര ആക്രമണം നടന്നിട്ടുണ്ടോ, SDPI ഓഫീസിലേക്ക് ആരാണ് കൊണ്ടുപോയത്, ഇവിടെ എന്താണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ റഹീസിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനപ്പുറം പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താനും യുവാവിന്റെ മൊഴി നിർണായകമാണ്. അതിനിടെ പോലീസ് നേതാക്കളെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് SDPI പിണറായി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. 24, കണ്ണൂർ.
കണ്ണൂർ കായലോട് ആൾക്കൂട്ടാക്രമണത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. റസീനയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് എഫ്ഐആർ. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ ഒരു പരസ്യ വിചാരണ നടന്നിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആൺ സുഹൃത്തിൻ്റെ മൊഴി കൂടി ലഭ്യമാകുന്നു. പോലീസ് തുടർന്ന് എങ്ങനെയാണ് ഇതിൽ നടപടികൾ ആലോചിക്കുന്നത്? റിജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട പരസ്യ വിചാരണ നടന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ അക്കാര്യം പോലീസിന് വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് മുബഷീർ, ഫൈസൽ, റഫ്നാസ് എന്നിവരായിരുന്നു. ഇവരെ കൂടാതെ 2 പേരെ കൂടി ഇന്നിപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുനീർ, സക്രിയ എന്നീ ആളുകളെയാണ്, SDPI പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അത് റഹീസിന്റെ പരാതിയിലാണ്. റഹീസ് പെരിക്കണ്ടിയാണ് ഈ യുവാവ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നു. ഇതിനെ തുടർന്ന് തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ റഹീസിനെ ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് യുവാവിനെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. 15-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടി യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കവേ അവിടെ ഈ 5-അംഗ സംഘം എത്തി ഈ പ്രതിയെ, അതായത് യുവാവിനെ വലിച്ചിറക്കി സ്കൂട്ടറിൽ കൊണ്ടുപോയി കുട്ടിച്ചാത്തൻ മഠം എന്ന സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ റഹീസ് മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയുടെ കുടുംബം ആരോപിച്ച കാര്യങ്ങളിൽ വസ്തുതയില്ലെന്നും ഈ പണവും സ്വർണവും കൈക്കലാക്കിയിട്ടില്ലെന്നും റഹീസ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇനിയും ആവശ്യമാണ്. കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും യുവാവിൻ്റെ പരാതിയിൽ, റഹീസിൻ്റെ പരാതിയിൽ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അത് മുബഷീർ, ഫൈസൽ, റഫ്നാസ് എന്നീ നേരത്തെ അറസ്റ്റിലായ 3 പേരും സുനീർ, സക്രിയ എന്നീ 2 SDPI പ്രവർത്തകരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസും പറയുന്നത്. റിജിത്ത്, അരുൺ പാറക്കൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ഈ ആൺസുഹൃത്തിന്റെ പരാതിയിൽ, റസീനയുടെ ആൺസുഹൃത്തിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അരുൺ പാറക്കൽ അതിന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാലക്കാട് മലമ്പുഴയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് മാറാതെ കാട്ടാന. ചുരുളിക്കൊമ്പൻ കാട്ടാന ട്രാക്ക് മറികടന്ന് റോഡിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാട്ടാനയെ തുരത്താൻ വനംവകുപ്പിന്റെ ശ്രമം ഫലം കാണുന്നില്ല എന്നാണ് പരാതി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇതിപ്പോൾ കുറേ ദിവസമായി ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ ട്രാക്കിന് സമീപത്തേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ആനയെ തുരത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. പിന്നീട് അല്പം മാറും, പിന്നീട് വീണ്ടും തിരികെ എത്തും. എന്താണിതിൽ ഈ ചുരുളിക്കൊമ്പനെ തുരത്താനുള്ള ദൗത്യത്തിൽ ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ശ്രീത്? ഇന്നലെ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഒരു കാട്ടാന കാട് കയറാനുള്ള ഒരു നീക്കം കാട്ടാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പടക്കം പൊട്ടിച്ചിട്ടും ഈ ചുരുളിക്കൊമ്പൻ കാട് കയറുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുണ്ടൂർ കയറാങ്കോട് ഇത്തരത്തിൽ കാട്ടാന ചവിട്ടി ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം 2 ദിവസം മുൻപ് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് കർശനമായ നിരീക്ഷണം ഈ ചുരുളിക്കൊമ്പന് മേൽ നടത്തുന്നത്. എന്തായാലും ഇതിപ്പോഴും കഞ്ചിക്കോട്, മലമ്പുഴ പോലുള്ള ജനവാസ മേഖലയുടെ സമീപത്ത് തന്നെയാണുള്ളത്. ഈ കാട്ടാന ട്രാക്ക് മറികടന്ന് നേരെ ഇനി റോഡിലേക്ക് കയറാനുള്ള സാധ്യതയുമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ റോഡുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ റോഡിലേക്ക്, ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ്, ആ മേഖലയിലേക്ക് കയറാനുള്ള ഒരു നീക്കം ഈ കാട്ടാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് ജീവനക്കാർ ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് സുദേവും സാരഥി രതീഷും ചേർന്ന് സമഗ്രമായി ഇപ്പോൾ പകർത്തിയിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും അത് റെയിൽവേ ട്രാക്കാണ്, പ്രധാനപ്പെട്ട പാതയാണ്, ട്രാക്ക് നമ്പർ 2 ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള സ്ട്രീറ്റ് ട്രാക്കാണ്. ആ മേഖലയിൽ ഇപ്പോഴും കാട്ടാന തുടരുന്നത് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ട്രാക്ക് കൂടിയാണ്. അവിടെയാണ് ഈ ചുരുളിക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. കാരണം ഇത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, അതിനുശേഷം പിന്നീട് രാവിലെ ആകുമ്പോൾ തിരിച്ചു പോകുന്നു. ആ ഒരു സാഹചര്യം ഇനി അനുവദിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. എന്തായാലും ഈ കാട്ടാനയെ തുരത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും കാട്ടാന കാട് കയറാതെ, ചുരുളിക്കൊമ്പൻ എന്നാണ് നാട്ടുകാർ അതിന് പേരിട്ടിരിക്കുന്നത്. ചുരുളിക്കൊമ്പൻ കാട്ടാന ട്രാക്ക് മറികടന്നു പോകുന്ന റോഡിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിന്റെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനയെ തുരത്തുന്നതിൽ വനംവകുപ്പിന് കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. വിപുലമായ പരിപാടികളുടെ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ച് രാജ്യം. വിശാഖപട്ടണത്ത് 3 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് ഗിന്നസ് റെക്കോർഡിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസം നടന്നു.
സംഘർഷം വർദ്ധിച്ചു വരുന്ന ലോകത്ത് യോഗയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭൂമിക്കും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു. യോഗ എല്ലാവർക്കുമുള്ളതാണ്. അതിന് അതിർത്തികളോ പ്രായമോ പശ്ചാത്തലമോ ഇല്ല. നിർഭാഗ്യവശാൽ ഇന്ന് ലോകം മുഴുവൻ കടന്നുപോകുന്നത് സംഘർഷങ്ങളിലൂടെയാണ്. പല സ്ഥലങ്ങളിലും അശാന്തിയും അസ്ഥിരതയും വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് യോഗ സമാധാനത്തിന് ദിശാബോധം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. The theme of this year's International Day of Yoga is Yoga for One Earth, One Health. This theme reflects a deep truth, the health of every entity on earth. വിശാഖപട്ടണത്തിലെ ചടങ്ങിൽ ആന്ധ്ര മുഖ്യമന്ത്രി ആർ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ 3 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു. 9 ലക്ഷം പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ BJP അധ്യക്ഷൻ JP നദ്ദ, കശ്മീരിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ നേതൃത്വം നൽകി. ലോകത്ത് സമാധാനവും ഐക്യവും ഉണ്ടാകാൻ യോഗയിലൂടെ സാധിക്കട്ടെ എന്ന സന്ദേശമാണ് 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നൽകിയത്. ഡൽഹിയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. സംസ്ഥാനത്തും അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. യോഗാ ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി നടൻ മോഹൻലാലും എത്തി. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ യോഗാ ദിനത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിച്ചു. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. യോഗ ആചാരമല്ല നിഷ്ഠയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര ടൂറിസം വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇത് ശീലമാക്കണം. രാജ്യത്തിന് ആരോഗ്യത്തിന്റെ സമ്പുഷ്ടി എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇതാണ് ഏകമാർഗം. മന്ത്രിമാരായ GR അനിൽ, VN വാസവൻ എന്നിവർ വിവിധയിടങ്ങളിലെ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 10 മണിക്കൂറിനുള്ളിൽ കൂടുതൽ പൈലറ്റുമാരെ ജോലി ചെയ്യിപ്പിച്ചതിനാണ് നോട്ടീസ്. എയർ ഇന്ത്യ അക്കൗണ്ടബിൾ മാനേജർ 7 ദിവസത്തിനകം മറുപടി നൽകണം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ എന്താണ് അജീഷ്? റീജിത്ത്, ഈ എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് നടത്തിയ പരിശോധനയിലാണ് ചില നിർണായക വിവരങ്ങൾ DGCA കണ്ടെത്തിയത്. അതായത് ഈ കഴിഞ്ഞ മെയ് 16, 17 തീയതികളിൽ അത് ബംഗളൂരിൽ നിന്ന് ലണ്ടനിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഈ പൈലറ്റുമാരെ 10 മണിക്കൂറിലധികം ജോലി ചെയ്യിപ്പിച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനാണ് ഇപ്പോൾ അക്കൗണ്ടബിൾ മാനേജർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് DGCA
അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ചില നിർണായക വിവരങ്ങൾ കൂടി ഈ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ക്രൂ റോസ്റ്ററിന്റെ ചുമതലയുള്ള 3 ഉദ്യോഗസ്ഥർക്കാണ് ഈ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു വിമാനം സർവീസ് നടത്തുന്നതിന് മുമ്പും ശേഷവും ഈ ക്രൂ റോസ്റ്റർ അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്നുണ്ട്. മാത്രമല്ല അതിന്റെ ചുമതലപ്പെട്ട ചില ഉദ്യോഗസ്ഥരുമുണ്ട് എയർ ഇന്ത്യയുടെ ഭാഗത്ത്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ഈ ലൈസൻസ്, അതേപോലെ തന്നെ ജീവനക്കാരുടെ വിശ്രമ സമയം, അവരുടെ ഡ്യൂട്ടിക്ക് എടുത്ത സമയം തുടങ്ങിയ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ഈ ക്രൂ റോസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നുണ്ട്. ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് DGCAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ 3 എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് 10 ദിവസത്തിനകത്ത് എടുത്ത നടപടി വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വീഴ്ച ആവർത്തിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റർ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകുമെന്നും DGCA മുന്നറിയിപ്പ് നൽകുന്നു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാദർഷയുടെ പൂച്ച ചത്തത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ വലിഞ്ഞു മുറുകിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, വിവരങ്ങൾ. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തന്റെ പൂച്ച ചത്തതുമായി ബന്ധപ്പെട്ട് വലിയൊരു പരാതിയുമായിട്ട് നാദർഷ് രംഗത്തെത്തുന്നത്. ആദ്യം അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പിന്നീട് നാദർഷ് തന്നെ ഫേസ്ബുക്കിലൂടെ തന്റെ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് അതിന്റെ അന്വേഷണം ഊർജിതമാക്കുന്നത്. നാദർഷിയുടെ പരാതി ഈ പെറ്റ് ഷോപ്പിനെതിരെയായിരുന്നു. വലിയ തരത്തിലുള്ള പരാതി നാദർഷ് ഉന്നയിക്കുന്നത് ഈ പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ, അത് ഡോക്ടർമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും കഴുത്തിൽ ചരടിട്ട് വരിക്കുകയായിരുന്നുവെന്നുമാണ് നാദർഷ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലാണിപ്പോൾ ഈ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് പൂച്ചയുടെ മരണം നേരത്തെ ഉണ്ടായ അസുഖങ്ങളെ തുടർന്നാണ്. മരണം ഹൃദയാഘാതം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. കഴുത്തിൽ വലിഞ്ഞു മുറുകിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പാടുകളോ മറ്റു ജഡത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ മരണത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം പിറവത്ത് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം മാളവിക മേനോൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ജൂലി സാബു മുഖ്യാതിഥിയായി. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി ഐറ്റംസ് എന്നിവ അടങ്ങിയ വിശാലമായ ഷോറൂമാണ് പിറവം 3 റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ചത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കാഴ്ചവെച്ചത്. ഉദ്ഘാടന ഓഫറുകളുടെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന മെഗാ ലക്കി ഡ്രോ കോൺടെസ്റ്റാണ് മറ്റൊരാകർഷണം. എല്ലാ ഗാഡ്ജറ്റുകൾക്കും സുരക്ഷിതമായ റിപ്പയർ സർവീസ് നൽകുന്ന മൈജി കെയർ സേവനവും പിറവത്ത് ലഭ്യമാണ്. ഇന്ന് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ മണിക്കൂറിലും നൽകുന്ന ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ ഇന്ന് കഴിയുന്നതാണ്. അതേപോലെ തന്നെ 5000 രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ലക്കി ഡ്രോ കൂടെ, ബമ്പർ ലക്കി ഡ്രോയിലൂടെ പങ്കെടുക്കാൻ പറ്റും. അതിൽ 30 പേർക്ക്, അത് ഒരാൾക്ക് ബമ്പർ പ്രൈസായിട്ട് ആക്റ്റീവ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ 29 കസ്റ്റമർക്ക് വളരെ വാല്യൂ കൂടിയ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ, 55 ഇഞ്ചിൻ്റെ TV, S24 സാംസങ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 200 കസ്റ്റമർക്ക് ഏറ്റവും നല്ല പ്രൈസിൽ നമ്മൾ ഇന്ന് ഇവിടെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇംഗ്ലീഷ് പരീക്ഷ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ കൂറ്റൻ 1-ാം ഇന്നിംഗ്സ് സ്കോർ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ കളത്തിലെത്തും. 2-ാം ദിനം 3 വിക്കറ്റിന് 359 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറിയോടെ ഋഷഭ് പന്തുമാണ് ക്രീസിൽ. യശസ്വി ജയ്സ്വാൾ 101 റൺസ് എടുത്ത് പുറത്തായിരുന്നു. ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് മത്സരം തുടങ്ങുക. ഷാറൂഖ് ഖാന്റെ മുംബൈയിലെ വസതിയിൽ മുംബൈ കോർപ്പറേഷന്റെയും പരിസ്ഥിതി വകുപ്പിന്റെയും പരിശോധന. അനുമതി വാങ്ങാതെയാണ് വസതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന പരാതിയിലാണ് നടപടി. എന്നാൽ അനുമതി ലഭിച്ചിരുന്നുവെന്ന് ഷാറൂഖിന്റെ മാനേജർ വ്യക്തമാക്കി. ബാന്ദ്രയിലെ ബാൻഡ് സ്റ്റാൻഡിൽ കടലിനോട് ചേർന്നാണ് പ്രശസ്തമായ മന്നത്ത്. ഷാറൂഖ് ഖാൻ വർഷങ്ങളായി താമസിക്കുന്ന ഇടം. കഴിഞ്ഞ 1.5 മാസമായി ഈ ബഹുനില കെട്ടിടത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. കടലിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടക്കുമ്പോൾ തീര സംരക്ഷണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാണ് സാമൂഹിക പ്രവർത്തകനായ സന്തോഷ് ഗോഡ്കർ എന്നയാൾ മുംബൈ കോർപ്പറേഷനിൽ പരാതി നൽകിയത്. വില്ല വിയന്ന എന്ന ചരിത്ര പ്രാധാന്യമുള്ള ബംഗ്ലാവും അതിനോട് ചേർന്ന 7 നില കെട്ടിടവുമാണ് മന്നത്ത്. അതുകൊണ്ട് കോർപ്പറേഷനിൽ നിന്ന് പ്രത്യേക അനുമതികൾ വാങ്ങിയേ നിർമ്മാണ പ്രവൃത്തികൾ നടത്താവൂ. ഇപ്പോൾ നടക്കുന്നതെല്ലാം
ചട്ടവിരുദ്ധമെന്നാണ് പരാതി. കോർപ്പറേഷനും പരിസ്ഥിതി വകുപ്പും പരിശോധന നടത്തിയെങ്കിലും നിർമ്മാണം ഇതുവരെ തടഞ്ഞിട്ടില്ല. നേരത്തെ അനധികൃത നിർമ്മാണം നടത്തിയതിന് നടി കങ്കണ റണൌത്തിന്റെ ബംഗ്ലാവിന്റെ ഭാഗം കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയിരുന്നു. അന്ന് സർക്കാരുമായി രാഷ്ട്രീയമായ ഏറ്റുമുട്ടലായിരുന്നു കങ്കണ. വസതിയിൽ ജോലികൾ തുടങ്ങിയതോടെ ബാന്ദ്രയിലെ പാലി ഹില്ലിൽ വാടക ഫ്ളാറ്റിലാണ് ഷാറൂഖും കുടുംബവും ഇപ്പോൾ താമസം. 24 മുംബൈ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.